ഹലോ ഗൈസ്. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് ആലുവായും മൊഴി എന്നുള്ള സ്ഥലത്താണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങളുടെ നാട്ടിലെന്ന് പറയും. അപ്പൊ ഞാൻ മാത്രമല്ല, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. അപ്പൊ അവിടെ അനിയത്തിയുടെ വളകാപ്പ് ചടങ്ങാണ്. അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിയും വ്യത്യസ്തമായ ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടാകാം എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കൂടി കാണാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ വ്യൂ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ ഇവിടുത്തെ വീട്ടില് ഏറ്റവും മുകളിലത്തെ നിലയാണ്, മൂന്നാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ വ്യൂ ആണ്. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, കിടിലം കാറ്റാണ്. ഈ കാറ്റൊക്കെ നമ്മളെ നാട്ടിലടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കറണ്ട് കാണില്ല, അമ്മാതിരി കാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ചില ചടങ്ങൊക്കെ. കാരണം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വെച്ചാൽ പഴക്കൊലയുണ്ട്, പിന്നെ മുറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 എണ്ണം മുറുക്കാണ് ഇവിടെ കൊണ്ടുപോകണം. നമ്മളവിടെ അങ്ങനെ 6 ഐറ്റം അങ്ങനെയൊക്കെ ഇല്ല. ഇവിടെ പലതൊന്നും മിക്സ് ചെയ്ത് 500 എണ്ണം അങ്ങനെയൊക്കെയാണ് കണക്ക്. പിന്നെ വ്യത്യസ്തമായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഐറ്റം ചോറുണ്ട്. അതെന്തോ സാദാ ചോറ്, ബിരിയാണി ചോറ്, തക്കാളി സാദം, സാമ്പാർ സാദം, കർക്കണ്ട സാദം, പുളിസാദം, പിന്നെ ഏതോ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 7 ചോറുണ്ട്. ഇതൊന്നും നമ്മൾ അവിടെ കൊണ്ടുപോകത്തില്ല. കുറച്ചൊരു ചെറിയ ചോറ്റ് പാത്രത്തിൽ കൊണ്ടുപോയിട്ട് അവർക്കിങ്ങനെ അനിയത്തിക്ക് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു ചടങ്ങാണ്. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു ചടങ്ങ് നമ്മൾ ഇപ്പോൾ കണ്ടു. ഇനി അങ്ങോട്ടും ഇതുപോലെ ചടങ്ങുകൾ കാണും. അപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ എന്താക്കണമെന്ന് നോക്കാം. ഏകദേശം നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അളിയൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരു 300 മീറ്റർ അത്രയും ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ വന്ന് നമ്മൾ മാത്രമേ ഇങ്ങനെ നടന്നു പോകുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യം സാധനങ്ങൾ കൊണ്ടുപോകുന്നതുകൊണ്ട് ഓട്ടോ പിടിച്ചാൽ പോയത്. வல்லமை தர வேண்டும் வானம் திறந்து புறா போல இறங்கி வர வேண்டும். വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് അധികം ഇപ്പം ആരും ഉപയോഗിക്കാത്ത സാധനമാണ്. ഉപയോഗിക്കുന്നില്ല. നേരത്തേക്ക് നമുക്ക് ഒരു പന്ത് കെട്ടണമെങ്കിൽ ഓല മേഞ്ഞൊക്കെയല്ലേ കെട്ടത്തുള്ളൂ. ഇപ്പോൾ ആണ് മോഡേണായിട്ട് ഷാമിയാന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ട, ഇവിടെ നമ്മളിപ്പോൾ പന്തൽ കെട്ടിയിരിക്കണേ, വീടിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പന്തൽ കെട്ടിരിക്കണതാണ്. ഫുൾ ഓല മേഞ്ഞാണ് കെട്ടിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഷാമിയാന എളുപ്പ വഴിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ട, ഇപ്പോൾ പഴമ കാത്തു സൂക്ഷിക്കുന്നത് ഇവിടെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെയുള്ള ഓല മേഞ്ഞ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളെ വേറെ ചേട്ടനും ഫാമിലിയൊക്കെ വന്നിരിക്കുകയാണ്. അവരെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമുക്ക് നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ അടിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതിന് അങ്ങോട്ട് ബാക്കി ഇതുപോലൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണാം, നമുക്ക് കാണാം.
നമ്മൾ 7 ഐറ്റം ചോറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതാണ് 7 ഐറ്റം ചോറ്. 7 ചെറിയ ബോക്സിലാക്കി ഉണ്ട് വീഡിയോ. 7 ഐറ്റം ഇതിൽ നിന്ന് കുറച്ച് വെച്ച് നമുക്ക് അവർക്ക് എൻട്രി കാർഡ് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഫുഡ് അതിൻ്റെ അടുത്ത് തന്നെയാണ് വേറൊരു ഹാളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നീട് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമ്മളവിടെ ഇപ്പോൾ ഇങ്ങനെ വളകാപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യൻ്റെ വീട്ടിൽ നിന്ന് സ്പോട്ടിൽ തന്നെ അത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുന്നവർ പോകുമ്പോഴത്തേക്കും പെൺകുട്ടിയും കൂടെ കൊണ്ടുപോകത്തല്ലോ, കൊണ്ടുപോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വൈകിട്ടേ കൊണ്ടുപോകും. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യും. അവിടെയാണ് പയ്യൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വൈകിട്ട് ഒരു 4:30-5 മണി, അത് രാഘുലാണെന്ന് തോന്നുന്നു. അത് നോക്കിയാണ് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ചടങ്ങ് കൂടി ഇവിടെ ഉണ്ട്. നമ്മളവിടെ ആണെങ്കിൽ സ്പോട്ടിൽ കൊണ്ടുപോകും. ഇവിടെ രാവിലെ ചടങ്ങെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞു, വൈകിട്ടാണ് ഇനി കൊണ്ടുപോകുന്നത്. നമ്മളെ നോർമലി ഉള്ള ഉച്ചക്കുള്ള ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. ഇത് വൈകിട്ടാകുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്ന ചടങ്ങാണ്. നമ്മൾ കിട്ടിയ സ്നാക്സ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. പറ്റിയ വീഡിയോ കാണിച്ചത്. നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ അളിയനൊരു അനിയത്തി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അവർ വീട്ടിലിനി അപ്പം ഈ ഒരു വീഡിയോ ഇതുവരെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതെൻ്റെ അനിയത്തി കുട്ടിയാണ്. എല്ലാവർക്കും വീഡിയോയിൽ വരണം ഭയങ്കര ആഗ്രഹമാണ്. എവിടെ അവയുടെ നമ്മുടെ അനിയനാണ്. എല്ലാം നമ്മളെ അനിയനും അനിയത്തിമാരും ഒക്കെയാണ്. അപ്പം നമ്മളെ വീഡിയോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒരു ടാറ്റോട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ടാറ്റോട്.